അവർക്കായുള്ള ഉറ്റവരുടെ കാത്തിരിപ്പ് നീളുക തന്നെയാണ്. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളുടെ ആശങ്ക നീക്കാൻ 9ാം നാളിൽ സ്കൂബ സംഘം ഇപ്പോൾ മുതലപ്പുഴയിൽ തിരച്ചിലിനെത്തിയിരിക്കുന്നു. വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനായി പുലർച്ചെ മുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരയുമെന്ന ഉറപ്പ് ഉച്ചയോടെയാണ് നടപ്പായത്. 1 മണിക്കൂറിലധികം തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. സ്കൂബ ഡൈവേഴ്സ് എത്താൻ വൈകുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായി സ്വന്തം നിലയിൽ തിരയുകയാണെന്ന് ഷിജിന്റെ ഭാര്യ സഹോദരി സ്റ്റെഫി പറഞ്ഞു. വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ജോണിനായുള്ള കോസ്റ്റ് പോലീസിന്റെയും തിരച്ചിലും തുടരുകയാണ്. ഞങ്ങളതുകൊണ്ട് വള്ളം നിങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ ബാക്കി കുറെ പേര് കടലിൽ കിടപ്പുണ്ട്. പിന്നെ ഇവരുടെ കൂടെ ഇറങ്ങാനായിട്ട് ഒരു വള്ളം ഇവിടെ വന്ന് കിടന്നതാണ്. അപ്പൊ ഇപ്പൊ ഇവരാരും ഇറങ്ങാത്തോണ്ട് ഞങ്ങളെ വള്ളം ഇറക്കി ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. ഫുൾ ടൈം എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവല്ലേ, ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇതിൽ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. അഷിൻ, വെള്ളിപ്പോക്ക് അനാസ്ഥ അതിപ്പോഴും തുടരുകയാണോ? കുടുംബത്തിന്റെ നിലവിലെ ഒരു പ്രതികരണം എന്താണ്? തിരച്ചിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അവിനിത, അനാസയുടെ 9 നാളുകൾ പിന്നിടുന്നു. ഇപ്പോഴും ഷിജിൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ 5:30 മുതൽ തന്നെ തിരച്ചിൽ തുടരും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിതല ചർച്ചയിൽ ഈ ഷിജിന്റെ കുടുംബത്തിന് നൽകിയിരുന്ന ഉറപ്പ്. അതിന്റെ ഭാഗമായി തന്നെ 10 മത്സ്യത്തൊഴിലാളികളെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്കൂബ സംഘത്തിന്റെ അടക്കം ഒരു തിരച്ചിൽ രാവിലെ മുതൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പിന്മേലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഷിജിന്റെ ഭാര്യ തന്റെ ഉപരോധ സമരമടക്കം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഉറപ്പുകളായി തന്നെ നിൽക്കുന്നു, ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ സ്കൂബ സംഘം രാവിലെ മുതൽ തിരച്ചിൽ നടത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് 1 മണിക്കൂറോളം ഈ സംഘത്തിന് ഈ തിരച്ചിൽ നടത്താൻ കഴിഞ്ഞത്. പിന്നീട് പ്രതികൂല കാലാവസ്ഥയും കടലാക്രമണവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘം തിരിച്ച് കരയിലേക്ക് കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സ്കൂബ സംഘത്തിന് ഇത്തരത്തിൽ കടലിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ശക്തമായ തിരയടിയാണ് ഈ തലസ്ഥാനത്തെ തീരമേഖലയിൽ രേഖപ്പെടുത്തുന്നത്. അതും ഒരു കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കൂബ സംഘത്തിന് കടലിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ്. മാത്രമല്ല ഈ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടങ്ങും. കോസ്റ്റൽ ഗാർഡിന്റെയും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഈ വാഹനങ്ങളിൽ, ഈ ബോട്ടുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇവർ പറയുന്ന തൊഴിലാളികളെ വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ അപകട സമയം ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളികളല്ല ഉണ്ടായിരുന്നത്. പകരം ഈ മറൈൻ എൻഫോഴ്സ്മെന്റിലെയും കോസ്റ്റൽ ഗാർഡിലെയും ആളുകൾ തന്നെയാണ് സ്വന്തം നിലയ്ക്ക് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അത് തന്നെ കാര്യക്ഷമമായി നടക്കുന്നില്ല. മറ്റൊന്ന്, ഇപ്പോഴും ഷിജിന് വേണ്ടി ഷിജിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ചെറുവള്ളങ്ങളിലടക്കം കടലിലേക്ക് പോയി പരിശോധന നടത്തുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ സർക്കാർ നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് ഗതാഗത മന്ത്രി നേരിട്ട് ഈ തുറയിലേക്ക് എത്തിയാണ് ഈ പ്രശ്നങ്ങൾ ചർച്ച നടത്തിയ ശേഷമാണ് ഇത്രയും ഉറപ്പുകൾ നൽകി പോയിട്ടുള്ളത്. പക്ഷേ അതിപ്പോഴും ഉറപ്പായി തന്നെ ബാക്കി നിൽക്കുന്നു, അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞത്തെ സാഹചര്യം. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജോണിനു വേണ്ടിയും കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും 9 ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഈ 2 പേരും കണ്ടെത്താനായിട്ടില്ല എന്നൊരു ചോദ്യം അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇനി ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വിവിധയിടങ്ങളിൽ ഇനിയിപ്പോൾ ഇത്രയും ദിവസം ആയത് കൊണ്ട് തന്നെ പുലിമുട്ടുകൾ കേന്ദ്രീകരിച്ച ഈ ഒരു പരിശോധന നടത്തണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഡ്രോണിന്റെ സഹായം വേണം. ഡ്രോൺ പരിശോധനയും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഡ്രോണുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉദ്യോഗസ്ഥർ കടലിലേക്ക് ഇറങ്ങാതിരിക്കാൻ പറയുന്നത് ഈ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ ഈ ഒരു തിരച്ചിൽ ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള കാര്യമാണ്. ആദ്യം മുതൽ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ആരോപിച്ചിരുന്നത്. ഇന്നും ഈ 2 വീടുകളിലേക്കും, അതായത് മുതലപ്പുഴയിലേക്കും വിഴിഞ്ഞത്തേക്കും കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തി ഈ കുടുംബവുമായി നേരിൽ കണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇന്ന് മുതലപ്പുഴയിലെത്തി ഷിജിന്റെ കുടുംബത്തെ നേരിൽ കണ്ടു എന്നുള്ളതാണ്. പക്ഷേ ഈ നേതാക്കളൊക്കെ എത്തുന്നു, നേരിൽ കാണുന്നു, സംസാരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, പലതരത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി മടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു അറിവും ഇതുവരെ ലഭിക്കുന്നില്ല. അവരുടെ സങ്കടം അത് തീരുന്നില്ല. കടലോളം കണ്ണീർ അവരുടെ മുഖത്ത് നമുക്കിപ്പോഴും കാണാം. അഷിൻ ഡിയാഗോ അവിടെ നിന്ന് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക്